നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി.ജെ.പിയുടെ നേതൃത്വത്തിലേക്ക് വന്നത് മുതൽ പാർട്ടിക്ക് ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകുന്നുവെന്ന ഒരു പൊതുബോധം ശക്തമാണ്. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം ഇതിനെ അടിവരയിടുന്ന ഒന്നാണ്. ഈ അറസ്റ്റ് ബി.ജെ.പിയെ കേരളത്തിൽ വീണ്ടും വട്ടപൂജ്യത്തിലേക്ക് എത്തിച്ചേക്കാമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹൈന്ദവ വോട്ടുകൾ മാത്രം ആശ്രയിച്ച് ഒരു സീറ്റ് പോലും നേടാൻ ബി.ജെ.പിക്ക് കഴിയില്ല. ഇടത് വലത് മുന്നണികളുടെ സ്വാധീനം അത്രയും ശക്തമാണ്. ഈ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ നേടുന്നതിലൂടെ മാത്രമേ ഒരു മുന്നേറ്റം ബി.ജെ.പിക്ക് സാധ്യമാകൂവെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് ബി.ജെ.പി സ്വീകരിക്കുന്ന ഒരു തന്ത്രം ന്യൂനപക്ഷങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം നേടുക എന്നതാണ്. മുസ്ലിം വിരോധം ശക്തമാക്കി ക്രൈസ്തവരെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാമെന്ന തന്ത്രമാണ് ബി.ജെ.പി പലപ്പോഴും പ്രയോഗിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 17% മാത്രം മുസ്ലിം വോട്ടർമാരുള്ളപ്പോൾ 25% ക്രൈസ്തവ വോട്ടർമാരുടെ പിന്തുണയോടുകൂടി സുരേഷ് ഗോപിയെ അവിടെ വിജയിപ്പിച്ചതും ഈ തന്ത്രത്തിൻ്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബി.ജെ.പിയുടെ നിലപാടുകൾ അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും അറസ്റ്റിലാവുകയും ചെയ്തപ്പോൾ ബി.ജെ.പിയുടെ നേതാക്കളായ സുരേഷ് ഗോപിയോ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോ ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ ഈ വിഷയത്തിൽ ആദ്യം മൗനം പാലിച്ചു. ഇതോടെ ക്രൈസ്തവ സമൂഹം ബി.ജെ.പിയിൽ നിന്ന് അകലാൻ തുടങ്ങി. എല്ലാം കൈവിട്ടു പോകുമെന്ന് ഒടുവിൽ മനസ്സിലായതോടുകൂടി അനൂപ് ആന്റണിയും രാജീവ് ചന്ദ്രശേഖറും ഛത്തീസ്ഗഡിലേക്ക് വണ്ടി കയറി. അറസ്റ്റിന് പിന്നിൽ ബി.ജെ.പി സർക്കാരാണെന്ന് വ്യക്തമായിട്ടും ക്രൈസ്തവ സഭാ നേതൃത്വത്തെ സന്ദർശിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമം നടത്തി. എന്നാൽ മതമേലധ്യക്ഷന്മാർ അദ്ദേഹത്തോട് ഒരു മൃദു സമീപനം സ്വീകരിച്ചത് അവരുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. ഏതായാലും സത്യം മറച്ചുവെച്ച് ക്രൈസ്തവരെ സ്വാധീനിക്കാനുള്ള ബി.ജെ.പിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ഈ ഒരു സംഭവം തെളിയിക്കുന്നു. ഈ വിഷയം കത്തി നിൽക്കുമ്പോൾ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ കേരളത്തിലെത്തുകയും സത്യം തുറന്നു പറയുകയും ചെയ്തത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായി തന്നെ മാറി. അദ്ദേഹം കന്യാസ്ത്രീകളുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. ബി.ജെ.പി ഭരണത്തിലുള്ള ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ ജാമ്യം പരമാവധി വൈകിപ്പിക്കാനാണ് അവിടെയുള്ള ഭരണകൂടം ശ്രമിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി അവരെ ജയിലിൽ അടച്ച ശേഷം രക്ഷാപ്രവർത്തനം നടത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പി പറയുന്നത് എത്രത്തോളം വിരോധാഭാസമാണെന്നും കെ.സി. വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. യഥാർത്ഥത്തിൽ ആദ്യ ദിവസം തന്നെ ജാമ്യം ലഭിക്കേണ്ട ഒരു കേസായിരുന്നു ഇത്. ജാമ്യം വൈകിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഛത്തീസ്ഗഡ് പോലീസ് നടത്തിയത് ബി.ജെ.പി സർക്കാരിന് നിർദ്ദേശപ്രകാരമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഈ വെളിപ്പെടുത്തലോടെ ബി.ജെ.പി നേതാക്കൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ പോലും ധൈര്യമില്ലാതായി. ബി.ജെ.പിയുടെ DNA തന്നെ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് കെ.സി. വേണുഗോപാൽ തുറന്നടിച്ചു. ഛത്തീസ്ഗഡിൽ മാത്രമല്ല, മധ്യപ്രദേശിൽ 90 വയസ്സുള്ള ഒരു വൈദികനെ ആക്രമിച്ച സംഭവവും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ബി.ജെ.പിക്ക് കേരളത്തിൽ വളരണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ അത്യാവശ്യമായതിനാൽ അവർ ഇവിടെ ചില കുതന്ത്രങ്ങൾ നടത്തുന്നുണ്ടെന്നും ഈ നീക്കങ്ങളിൽ സഭാ നേതൃത്വം വഞ്ചിതരാകരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കന്യാസ്ത്രീകൾക്കെതിരെ NIA അന്വേഷണം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയത് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. പാവപ്പെട്ട കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ഇനി അനുവദിക്കില്ലെന്നും കെ.സി. വേണുഗോപാൽ പ്രഖ്യാപിച്ചു. മണിപ്പൂരിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ദുരിതബാധിതരെ ആശ്വസിപ്പിച്ച കെ.സി. വേണുഗോപാൽ ഈ വിഷയത്തിലും പാർലമെന്റിൽ നടത്തിയ പോരാട്ടങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇതിനെല്ലാം വിപരീതമായി LDFും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയത് വളരെ ശ്രദ്ധേയമായി. രാജ്യസഭയിൽ ബി.ജെ.പിയെ ജോൺ ബ്രിട്ടാസ് MP കടന്നാക്രമിക്കുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ ഈ 9ാം ദിവസം വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ജാമ്യം ലഭിച്ചത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു വലിയ ആശ്വാസമാണ് നൽകിയതെങ്കിലും ഇനിയുള്ള നാളുകൾ അത് ഈ ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുള്ള ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ, നീക്കങ്ങൾ വില പോവില്ല. അത് 2026 തെരഞ്ഞെടുപ്പിലൂടെ വളരെ കൃത്യമായി തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നതാണ്.